അവസാന നിമിഷം ലാലേട്ടന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വേണ്ടിയിരുന്നില്ല പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്ന് തോന്നുന്നുണ്ടോ എന്ന്. സാരമില്ല, എനിക്ക് പ്രേക്ഷകരുടെ വിധി അറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴും ഗബ്രി പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഒന്നും കൂടി ചിന്തിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗബ്രി അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത്, ഒരു തരത്തിലുള്ള സങ്കടമോ ഒന്നും തന്നെ ഗബ്രിയുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കരയുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പവർഫുള്ളായി സ്ട്രോങ് ആയിട്ട് നല്ല ബോൾഡായിട്ട് തന്നെ ഗബ്രി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീടിനുള്ളിലേക്ക് ഗബ്രിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഗബ്രിക്ക് എല്ലാവരുടെ അടുത്ത് യാത്ര പറയാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തിരുന്നില്ല. ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് നേരിട്ട് പുറത്താക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് അവിടെ എല്ലാവരുടെ അടുത്തും യാത്ര പറയാനായിട്ട് വീണ്ടും അവരെ കാണിച്ച സമയത്ത് അവിടെ ജാസ്മിന്റെ പേര് ഗബ്രി വിളിച്ചിരുന്നില്ല. ബാക്കി എല്ലാവരുടെ അടുത്തും പേര് വിളിച്ചുകൊണ്ട് അവിടെ എല്ലാവരുടെ പേരും വിളിച്ച്, ഞാൻ പോവാണ്, എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഗബ്രിയെ കണ്ടു. ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാടി അവൻ എന്റെ പേര് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഗബ്രി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാളും അവിടെ കളിച്ചത് ഒരു ഗെയിം ആയിരുന്നു. ഇനി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. ഇനി എനിക്ക് ആരുമായിട്ടും യാതൊരു പ്രശ്നങ്ങളില്ല, യാതൊരു കുഴപ്പങ്ങളുമില്ല, വഴക്കുകളില്ല, ഒന്നുമില്ല. എല്ലാവരും എൻ്റെ സൗഹൃദത്തിലാണ്. എനിക്കിനി ആരോടും ദേഷ്യമില്ല. നിങ്ങളെല്ലാവരും കൂട്ടുകാരാണ്. ഇനി ആരും ഒന്ന് മനസ്സിൽ വിചാരിക്കരുത്, ഒന്ന് തെറ്റൊന്നും വിചാരിക്കരുത് ജിൻഡോ ചേട്ടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രി. അല്ല, എനിക്ക് തോന്നി ഇനിയിപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു സൗഹൃദം അവരൊരു ഗെയിമായിട്ട് അവിടെ നടത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ അതും അവിടെ വെച്ച് നിർത്തുന്നു എന്നായിരുന്നോ ഗബ്രി അതിലൂടെ ഉദ്ദേശിച്ചത്? അവിടെ ഗബ്രി ജാസ്മിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ജാസ്മിൻ വളരെയധികം വിഷമിക്കുന്നത് കണ്ടു. ഒരു പക്ഷേ ഗബ്രി അതും ഉദ്ദേശിച്ചിരുന്നു എന്നെനിക്കൊരു സംശയം തോന്നി. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട്, തീർത്തും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന ഗബ്രിയാണോ അവിടെ കഴിഞ്ഞ് കാണാനായിട്ട് സാധിച്ചത് എന്നൊരു സംശയം എനിക്ക് തോന്നിപ്പോയി. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഒരു പക്ഷേ അവിടെ ജാസ്മിനുമായിട്ടുള്ള ബന്ധവും അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് തോന്നിയ ഒരു നിമിഷമായിരുന്നത്.